ഹലോ, പോർക്കോസ് ആൻഡ് റോഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സോ നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് ഇതിൽ കുറച്ച് ടൈം ഇഷ്യൂസും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാ വീഡിയോയും കൃത്യമായിട്ട് വരുന്നതിന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഇന്നലത്തെ കളി സൺറൈസും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരം, ഈഡൻ ഗാർഡൻസ് വെച്ച് സൺറൈസ് കൊൽക്കത്ത മത്സരം. കൊൽക്കത്തയുടെ ഒരു വളരെ മികച്ചൊരു ഓൾറൗണ്ടിങ് കാര്യത്തിൽ തന്നെ കഴിഞ്ഞ സൺറൈസിന് 80 റൺസിനാണ് കൊൽക്കത്ത പരാജയപ്പെടുത്തിയത്. ഇതോടെ സീസണിലെ രണ്ടാമത്തെ വിജയം നേടിയ കൊൽക്കത്ത പോയിന്റ് ടേബിൾ 5ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. ഇന്നലെയും കൂടി തോറ്റതിന് ശേഷം സൺറൈസ് 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സോ നമുക്ക് സ്കോർ നോക്കുകയാണെങ്കിൽ തന്നെ 20 ഓവറിൽ 200 റൺസിൽ 6ാം നിലയിലാണ് കൊൽക്കത്ത സ്കോർ ചെയ്തത്. സൺറൈസ് മറുപടി ബാറ്റിംഗ് സൺറൈസിന് 120 റൺസ് എടുക്കാൻ സാധിച്ചു. തുടക്കത്തിൽ തന്നെ KKR 2 ഓപ്പണേഴ്സിന് നഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ രഹാനയുടെ 38 റൺസും അതുപോലെ തന്നെ നമ്മുടെ രഘുവൻഷിയുടെ 50 റൺസും ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് തന്നെയാണ് ആ ഒരു കൊളാപ്സിലും KKRനെ പിടിച്ചു നിർത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വന്ന വെങ്കടേഷ് അയ്യർ 60 റൺസ് എടുത്തു. പിന്നെ അവസാനത്തെ ഓവറിൽ കളിച്ച റിങ്കു സിംഗ് 32 റൺസ്. സോ ഇവരുടെ ഒരു മികവ് തന്നെയാണ് കൊൽക്കത്ത 200 റൺസ് എത്തിച്ചത്. നമ്മൾ വെങ്കടേഷ് അയ്യറിന് നോക്കുകയാണെങ്കിൽ 12ാമത്തെ ഓവറിലാണ് വെങ്കടേഷ് അയ്യർ ക്രീസിലെത്തുന്നത്. ക്രീസിലെത്തുമ്പോൾ തന്നെ 97-3 നിലയിലായിരുന്നു. അടുത്ത ഓവറിൽ തന്നെ നമ്മുടെ രഘുവൻഷിയുടെ വിക്കറ്റ് പോയി. സോ അതോടുകൂടി നമ്മുടെ വെങ്കടേഷ് അയ്യറിന്റെ ഗിയർ മാറ്റുകയാണ് ചെയ്തത്. സോ വെങ്കടേഷ് അയ്യറും പിന്നെ വന്ന റിങ്കു സിംഗും കൂടി ചേർന്ന് 41 ബോളിൽ 91 റൺസാണ് പാർട്ണർഷിപ്പ് എടുത്തത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെങ്കടേഷ് അയ്യർ 60 റൺസ് കൊടുത്തു, അതുപോലെ തന്നെ റിങ്കു സിംഗ് 32 റൺസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കഴുത്തിൽ തന്നെയാണ് 200 എന്നൊരു സ്കോർ സൺറൈസിന് മുമ്പിൽ വെച്ചിരുന്നത്. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സൺറൈസിന് പ്രതീക്ഷ പോലെ തന്നെ കളിക്കാൻ സാധിച്ചില്ല. തുടക്കത്തിൽ തന്നെ 3 ഓവർ തന്നെ അവരുടെ 3 വിക്കറ്റ് പോയി. നമ്മുടെ ഹെഡിന്റെ വിക്കറ്റ് പോയി, അഭിഷേകിന്റെ വിക്കറ്റ് പോയി, പിന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോയി. സോ ഈ 3 വിക്കറ്റ് തുടരെ പോയതോടെ തന്നെ അവരുടെ ഒരു വിജയ പ്രതീക്ഷ ഏകദേശം കുറഞ്ഞു തന്നെ നമുക്ക് കാണാമായിരുന്നു. അതിനുശേഷം വന്ന നമ്മുടെ ക്ലാസൻ 33 റൺസും കമിന്ദു മിനിറ്റ്സ് 27 റൺസും. സോ ഇവർ രണ്ടുപേരും കൂടി ചേർത്ത് നിൽപ്പ് നടത്തിയെങ്കിലും വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ തന്നെ അവസാനത്തെ ഒരു 4 വിക്കറ്റ് 112 6ാം നിലയിൽ ഉണ്ടായിരുന്ന സൺറൈസിന് 120 ആൾ ഔട്ടാക്കി. അതായത് 8 റൺസ് എടുക്കുന്നതിന് ഇടയ്ക്ക് 4 വിക്കറ്റാണ് സൺറൈസിൻ്റെ പോയത്. സോ നമുക്ക് KKRന്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ വരുൺ ചക്രവർത്തി 3 വിക്കറ്റ് നേടി, അതുപോലെ തന്നെ വൈഭവ് അറോറയും 3 വിക്കറ്റ് നേടി. ഇന്നലെ വൈഭവ് അറോറയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഈ യങ്സ്റ്റേഴ്സ് ആണ് ഇത്രയും വലിയൊരു ബാറ്റിംഗ് കരുത്തിനെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാൻ വൈഭവ് അറോറയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻസ്പിറേഷന് കൂടി വേണ്ടി തന്നെയാണ് ഇന്നലെ നമ്മുടെ വൈഭവ് അറോറയ്ക്ക് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടീമിനെ പറ്റി, ഇന്നലത്തെ കളിനെ പറ്റി പറയാനായിട്ട്. സോ ഇന്ന് ലക്നൗ മുംബൈ മത്സരമാണ് നടക്കാനുള്ളത്. സോ അതിനെപ്പറ്റി എന്താണെന്നുള്ളത് നമുക്ക് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സോ അതുവരെ ബൈ.